ഈ പ്രതികരണം ഒന്ന് കേട്ടെ. ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ തമാശയായി ഇതിനെ കാണരുത്. മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല. നമ്മൾ കൃത്യമായും സത്യസന്ധമായും കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനമുള്ള സ്റ്റേറ്റാണ് കേരളം. അവിടെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നുന്ന മാതിരി പറയാനും തോന്നുന്ന മാതിരി പ്രവർത്തിക്കാനൊന്നും കഴിയില്ല. അത് ആരാണെങ്കിലും, അൻവറല്ല, ഇനി ഞാനായാലും, ഇനി ബന്ധപ്പെട്ട ഏത് മന്ത്രിയാണെങ്കിലും ഇത്തരത്തിൽ വൃത്തികേട് വിളിച്ചു പറയുന്നത് തെറ്റാണ്. ഇത്തരം ആളുകൾ ഇതിലുണ്ടാവുന്നത് തന്നെ അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള മറ്റൊരു സ്വതന്ത്ര MLA ആണ് വി അബ്ദുറഹ്മാൻ. താനൂരിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ സ്വതന്ത്രനായി വിജയിച്ച് നിയമസഭയിലെത്തി ഇടതുപക്ഷ സർക്കാരിൻ്റെ മന്ത്രിയായി തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആരെക്കുറിച്ച്? സ്വന്തം ജില്ലയിൽ ഇന്നലകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയെക്കുറിച്ചാണ്. ആരായിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്ന വൃത്തികേടാണ്, അവരെ എന്നും വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് PV അൻവറിന് പിന്തുണ ഏറുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ കണ്ടോളൂ. എന്തായാലും അബ്ദുറഹ്മാനും PV അൻവറിനെ തള്ളിപ്പറയുമ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. മാധ്യമങ്ങൾക്ക് ചട്ടുകമായി നിന്നുകൊണ്ട് കുറച്ച് പബ്ലിസിറ്റിയൊക്കെ കിട്ടിയപ്പോൾ അതിൽ മതിമറന്ന് അദ്ദേഹം വാർത്താ ഇരയായി മാറിയപ്പോൾ മനസ്സിൽ സ്വപ്നം കണ്ടത് ഞാൻ എന്തോ വലിയ സംഭവമായി മാറിക്കഴിഞ്ഞു എന്നാണ്. വെറും ബക്കറ്റിലെ വെള്ളം മാത്രമാണ്. അതിനിപ്പോൾ കണ്ടറിയാമെന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പരതിയാൽ മതി. നേരത്തെ അദ്ദേഹത്തിൻ്റെ പിന്തുണ റോക്കറ്റ് കണക്ക് കുതിച്ചുയർന്നെങ്കിൽ ഒറ്റയടിക്കത് താഴ്ന്നിട്ടുണ്ട് ഒരു ദിവസം പിന്നിടുമ്പോൾ. അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ഒപ്പമുണ്ടായിരുന്ന വി അബ്ദുറഹ്മാനെ പോലുള്ളവർ പോലും അദ്ദേഹത്തെ പച്ചയ്ക്ക് തള്ളിപ്പറയുകയാണ്. കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം വിവരക്കേടാണ്. ചില സ്വജനപക്ഷപാതമൊക്കെ വേണം, സഖാക്കന്മാരൊക്കെ പറഞ്ഞാൽ ഉടനടി ചെയ്യണം, നിയമമൊന്നും നോക്കരുത്. അതായിരുന്നു PV അൻവറിൻ്റെ ആവശ്യം. ആ ആവശ്യത്തിനെയൊക്കെ എത്ര പക്വമായിട്ടാണ് അബ്ദുറഹ്മാൻ തള്ളിക്കളയുന്നത് നോക്കിയേ. അദ്ദേഹത്തിന് പോലും ആ പരാമർശം എത്രമാത്രം അരോചകം സൃഷ്ടിച്ചു എന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ സാധാരണയായി കുറേ വർഷങ്ങളായി കേരളത്തിൽ ഈ ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം ആവർത്തിക്കുന്നതിൽ ഒന്നുമില്ല, അപ്പുറത്തൊന്നുമില്ല. തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നിരവധി. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളാണല്ലോ, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പഴയ റെക്കോർഡ്സ് എടുക്കുക, പഴയ ക്ലിപ്പുകൾ എടുക്കുക. അതിലെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. അത് തെറ്റായിട്ടുള്ള പരാമർശമാണ് എന്ന് തെളിഞ്ഞതാണ്. മുഖ്യമന്ത്രി ഈ കാര്യത്തിലൊന്നും കരുവാക്കേണ്ട ഒരു ആവശ്യമില്ല. തെറ്റായ ഒരു രീതിയായി പോയി. അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്റെ പിതാവിന് സമനാണ്. അപ്പോൾ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം പിതാവിനെ തെറി പറയുന്ന സംസ്കാരം അത് ശരിയായ സംസ്കാരമല്ല. അപ്പം അതിലേക്ക് അദ്ദേഹം പോയി. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് ഏത് രീതിയിലാണെന്ന്. പക്ഷെ അദ്ദേഹം കൊടുത്ത പരാതികൾ, ആദ്യഘട്ടത്തിൽ കൊടുത്ത പരാതികളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഞങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ. പക്ഷെ ഇതിനൊരു രീതിയുണ്ടെന്നേ. ഒരു പരാതി തന്നാൽ പരിശോധിക്കണം, ബന്ധപ്പെട്ട വകുപ്പിന് കൊടുക്കണം. അതിനുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ. ഒരു സുപ്രഭാതത്തിൽ നടപടിയെടുക്കാൻ പറയും. മലബാറിലെ ഇടത് സ്വതന്ത്രർക്ക് റിയാസ് ഒരു ഭീഷണിയാണ്. നോക്കൂ, ആർക്കും ഒരു ഭീഷണിയുമില്ല. കേരളത്തിൽ 141 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഈ 141 നിയോജക മണ്ഡലങ്ങളും ആളുകൾ ജയിച്ചു വരുന്നുണ്ട്. ചില സമയത്ത് സ്വതന്ത്രം ജയിച്ചു വരാറുണ്ട്, പാർട്ടി മാത്രം ജയിച്ചു വരുന്ന മണ്ഡലങ്ങളുണ്ട്. അത് ആ രീതിയിൽ നടക്കും. അതിപ്പോൾ TK ഹംസയെ പോലുള്ള ആളുകൾ ജയിച്ചു വന്ന എത്രയും കാലം ഏതെല്ലാം പദവികൾ അദ്ദേഹം വഹിച്ചു. ശ്രീ ജലീൽ ഏതെല്ലാം പദവികൾ വഹിച്ചു. നോക്കൂ, ഇതൊക്കെ നിങ്ങൾ പറയുന്നതാ. നോക്കൂ, നിങ്ങൾ പറയുന്ന, അപ്പൊ അൻവർ പറയുന്നത് നിങ്ങൾ ചേർത്ത് പറയുന്നു എന്നുള്ളതാണ്. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. തെറ്റായുള്ള പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക. അദ്ദേഹത്തെ പോലെ ഒരാൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഗൌരവമായി ഗവൺമെന്റ് എടുത്തു, മുന്നണി എടുത്തു, അത് പരിശോധിച്ചു. അതിന്റെ ഭാഗമായി നടപടികളിലേക്ക് കടന്നു. അപ്പോൾ നിങ്ങൾ എന്തിനാ ഒരു പരാതി കൊടുക്കുന്നത്? പരിഹാരത്തിനാണ്. ആ പരിഹാരത്തിലേക്ക് വന്നതിനും ശേഷവും അത് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും തെറ്റായ വാശി പിടിക്കാൻ പാടില്ലല്ലോ. ഇതൊരു സംവിധാനമല്ലേ, കേരളത്തിലെ ഭരണ സംവിധാനമല്ലേ. അതിൽ കയറി അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് തെറ്റാണ്. ഇതൊരു പൊതുവേദിയല്ലേ. സർക്കാർ എന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ ഭരിക്കുന്നു. അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു. അതിനുശേഷവും നിങ്ങൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് ശരിയല്ല. അത് കുറച്ച് അധികമായി പോയി. മാത്രമല്ല പരിധിക്കപ്പുറത്തായി പോയി. ഈ സംഘപരിവാറിന് വിധേയപ്പെട്ടു എന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം
അൻവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇത് പലപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും സത്യം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോഴും ഇത് എത്ര വർഷം മുമ്പ് തുടങ്ങിയത്? വടകര ഇലക്ഷൻ മുതൽ പറഞ്ഞു വരുത്തുന്നതല്ലേ ഇത്. വടകര ഇലക്ഷനിൽ കൃത്യത്തിൽ ആരാ സഖ്യം ഉണ്ടാക്കിയത്? UDF അല്ലേ. അപ്പൊ അന്ന് മുതൽ CPM ചേർത്ത് പറയുന്നു. അപ്പോൾ എല്ലാ കാലങ്ങളിലും CPM അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികൾ സൈഡ് ലൈൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട അൻവർ അതിൽ കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ കഴിയും? ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ സത്യം എന്താ ഇതിലുള്ളത്? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കാര്യം വ്യക്തമായിരിക്കുകയാണ്. കാര്യം അദ്ദേഹം LDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് അപ്പോൾ LDF യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞെന്നാണോ? അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കൂ. നിങ്ങൾ ഈ ചോദിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? ഒരു മുന്നണിയെ ഇത്രയും മോശമായ രീതിയിൽ വിമർശിക്കുക. അദ്ദേഹത്തിന് ഇതേ മുന്നണി യോഗത്തിൽ ഈ കാര്യം ഉന്നയിക്കാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്തില്ല? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഭാവിയിൽ അത് ആർക്കാ ബാധിക്കാൻ പോകുന്നു? അത് നിങ്ങൾ തെറ്റായ ധാരണയാണ്. നോക്കൂ, അൻവർ പറഞ്ഞോട്ടെ, നിങ്ങളും പറഞ്ഞോ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ പരാതികളിൽ കൃത്യമായ നടപടിയെടുത്തു. നിങ്ങളൊരു പരാതി കൊടുത്താൽ അതാദ്യം പരിശോധിക്കേണ്ടത് നമ്മൾ. ഏതെങ്കിലും ഒരാൾ പരിശോധന കൊടുത്തു, ADGP ഇന്നതാണ്, അല്ലെങ്കിൽ കലക്ടർ ഇന്നതാണ്, ചീഫ് സെക്രട്ടറിക്ക് ഇന്നതാണെന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്താൽ അത് മൊത്തം ഏറ്റെടുക്കലാണ്. അതിന്റെ മേലെ പ്രാഥമികമായ ഒരു പരിശോധന ഉണ്ടാവും. അതിൽ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് ബന്ധപ്പെട്ട വകുപ്പിന് കൊടുക്കണം, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ആ രീതിയിലല്ലേ അത് പോയിട്ടുള്ളത്. ഇതൊക്കെ നാളെ കോടതിയിൽ ആരെങ്കിലും പോയാൽ, ഇപ്പൊ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയിൽ പോയാൽ, കോടതിയിൽ നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടേ? അതാരും കൊടുക്കും? ഈ പറയുന്ന ആളുകൾ കൊടുക്കൂ. അപ്പൊ ഇതൊക്കെ നോക്കൂ, ഈ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ആരോപണങ്ങൾ നോക്കൂ ആരോപണങ്ങൾ അഡ്രസ് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നു. കഴിഞ്ഞ 2 ദിവസമായി വന്ന റിപ്പോർട്ടുകൾ എന്താ? കൃത്യമായി അഡ്രസ് ചെയ്തിട്ടില്ലേ? അതിനു മുമ്പ് പഴയ SP കുറിച്ച് പറഞ്ഞു, നടപടിയെടുത്തില്ലേ? ഇനി അതിലപ്പുറം എന്താ? ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ തമാശയായി ഇതിനെ കാണരുത്. മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല. നമ്മൾ കൃത്യമായും സത്യസന്ധമായും കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനമുള്ള സ്റ്റേറ്റാണ് കേരളം. അവിടെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നുന്ന മാതിരി പറയാനും തോന്നുന്ന മാതിരി പ്രവർത്തിക്കാനൊന്നും കഴിയില്ല. അത് ആരാണെങ്കിലും, അൻവറല്ല, ഇനി ഞാനായാലും, ഇനി ബന്ധപ്പെട്ട ഏത് മന്ത്രിയാണെങ്കിലും ഇത്തരത്തിൽ വൃത്തികേട് വിളിച്ചു പറയുന്നത് തെറ്റാണ്. ഇത്തരം ആളുകൾ ഇതിലുണ്ടാവുന്നത് തന്നെ അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അൻവറിനെ സ്വർണ്ണക്കടത്തിന്റെ ഒരു ഭാഗമാണ് എന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് മുഖ്യമന്ത്രി ഇട്ടുകൊടുത്തു എന്നതാണ് അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന്. നോക്കൂ, ഇവിടെ നിങ്ങൾ ചെറിയൊരു കാര്യത്തെ വർത്തി പറയണ്ട. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിൽ നിന്നും വരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് വേറെ വിഷയമാണ്. ഇന്നലെ അദ്ദേഹത്തിന് ഇത്രയും വയലന്റായി സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? അതിന്റെ തൊട്ടു മുമ്പല്ലേ ADGPക്കെതിരായ അന്വേഷണം നടത്താനുള്ള ഓർഡേഴ്സ് വന്നു. അന്നും മുമ്പും ക്യാബിനറ്റിലും മുഖ്യമന്ത്രി പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ കൃത്യമാണ്. അതിന്റെ ബന്ധപ്പെട്ട ഗവൺമെന്റ് സെക്രട്ടറി ശുപാർശ ചെയ്താൽ ആ നിമിഷം അത് ചെയ്യുമെന്ന് ചെയ്തല്ലോ. കഴിഞ്ഞ ക്യാബിനറ്റ് ശേഷം നിങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തല്ലേ? അത് കഴിഞ്ഞ് 2-ാം ദിവസം ആക്ഷനായില്ലേ? അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ കൊടുത്ത് 1 മണിക്കൂറിന് അപേക്ഷിച്ച് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊന്നുമല്ല. വിവരവും വകതിരിവുമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. PV അൻവറിന് അത് മനസ്സിലാകാത്തത് ആ കോൺഗ്രസ് സംസ്കാരം ഉണ്ടല്ലോ, സതീശൻ്റെ ഒരു രീതികൾ, പഴയ തറവാട്ട് മഹിമയും ആ മാടമ്പിത്തരവും ആ പാരമ്പര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഇതെല്ലാം തൻ്റെത് മാത്രമാണെന്നും, അല്ലെങ്കിൽ അത് മുഹമ്മദ് റിയാസ് കടന്നു വന്ന വഴികളിൽ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെന്നും പിണറായി വിജയൻ സൃഷ്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ എത്രമാത്രം രാഷ്ട്രീയ വിടുവായത്തമാണ് അൻവറെന്ന് ഒറ്റ ദിവസം കൊണ്ട് തെളിയിച്ചു. ബാക്കിയൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്ന പൂരമാണ്. കരുതുന്നുണ്ടായിരുന്നു ഞാൻ എന്തോ സംഭവമായി കഴിഞ്ഞുവെന്ന്. ആ സംഭവമായി കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് അയാളെ അത്യുന്നതങ്ങളിൽ നിന്ന് കൊടിയ വീഴ്ചയ്ക്ക് കാരണമാക്കുന്നത്. ആ വീഴ്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്, പിന്നീട് എണീക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ വീഴ്ചയായിരുന്നെങ്കിൽ പൊടിയും തട്ടി പോകാമായിരുന്നു. പക്ഷേ ഈ വീഴ്ച, അതിൽ നിന്ന് അൻവർ അങ്ങ് എണീക്കാമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങൾ നമുക്ക് കാണാന്നേ. ഇരിക്കുന്ന കൊമ്പ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ മുറിച്ച വ്യക്തിക്ക് എങ്ങനെയാകും കാലം പണി കൊടുക്കുക എന്ന് കണ്ടറിഞ്ഞോളൂ.